കൂട്ടുകാരെ, ഇത് കണ്ടോ? എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ട് മുഴുവൻ നശിച്ചിട്ട് കിച്ചണൊക്കെയാണ്. അതൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. കണ്ടോ? ഇതൊക്കെ ഇനിയും ക്ലീൻ ആക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ഫ്രിഡ്ജൊക്കെ കണ്ടോ, കംപ്ലീറ്റ് നാശമായി. ഇതെല്ലാം ചള്ളയും ചേറും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ കണ്ടോ, എല്ലാം പോയി. ഒന്നും പറയണ്ട, വല്ലാത്ത കഷ്ടവും ഒക്കെ ആയിട്ട് പോയി ഇങ്ങനെ ഇരിക്കും. ഇതാണ്ട് കണ്ടോ, ഇതൊരു വെള്ളത്തൂന്ന് എടുത്തെല്ലാം കൂട്ടിയെല്ലാം വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ്. കണ്ടോ, ഈ റൂം മാത്രം കഴുകി വൃത്തിയാക്കി. ഇപ്പോൾ ഇവിടുത്തെ ഇതൊക്കെയായി. ഇതൊന്ന് വൃത്തിയായിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒന്ന് വൃത്തിയായി. ഇതും കുറച്ചൊന്ന് വൃത്തിയായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ, മൊത്തത്തിൽ ഇങ്ങനെ ഇതെല്ലാം നനഞ്ഞതാണ്. ഇവിടെ മഴയും പെയ്യുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഇനി ഇതെല്ലാം കുറേശ്ശെ എടുത്ത് വെളിയിലിട്ട് വേണം കഴുകാൻ. മൊത്തം നനഞ്ഞതാണൊക്കെ കഴുകി വൃത്തിയാക്കിയോട്ടെടുത്ത് വെച്ചേക്കുന്നതാണിത്. ഇനിയും കഴുകാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. കണ്ടോ, ഇതൊക്കെ കഴുകി ഇറക്കാനുള്ളതാണ് ഇതെല്ലാം. കണ്ടില്ലേ, പാസ്പോർട്ട് കണ്ടോ കിടക്കുന്നത്? മൊത്തം നനഞ്ഞുമല്ല, പോയില്ല. ഇതിനകം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് എല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതെല്ലാം നനഞ്ഞു പോയതാണ്. ഇനി എല്ലാം വെയിലുള്ളപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി എല്ലാം എടുക്കണം. മൊത്തം ഷോക്കേസിനകത്തൊക്കെ വെള്ളം കയറി ഇത് മൊത്തത്തിലെല്ലാം താറുമാറായി കിടക്കുകയാണ്. ഉണ്ടോ, എല്ലാം ഇനിയും കുറേശ്ശെ കഴുകിയൊക്കെ എല്ലാം എൻ്റെ പൂജാമുറിയിലെ ഫോട്ടോസും സാധനങ്ങളും എല്ലാം പോയി. ശോഭയുടെ കാര്യങ്ങളും ഇതൊക്കെ പൂജാമുറി എല്ലാം നനഞ്ഞ് നാശമായി. എൻ്റെ ഭാഗവതവും രാമായണവും മൊത്തത്തിലെല്ലാം നനഞ്ഞു പോയി. വെളിയിലെല്ലാം വിട്ട് കഴുകാനുള്ളതും കഴുകിയതും എനിക്ക് കണ്ടോ എല്ലാമാണ്. കുറേ നഷ്ടമായി, കുറേ പൊട്ടി, കുറച്ചൊക്കെ കിട്ടി. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. പാക്ക് ചെയ്ത് വെച്ചിരുന്ന സാധനമൊക്കെ കൂടെ കൂട്ടിയിട്ടേക്കാണ് കാണുന്നത്. ഡ്രസ്സ് വെച്ചിരുന്ന ചെറിയ പാത്രങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. നനയാത്ത കുറച്ച് സാധനം, കുറച്ച് തുണിയുണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെ ഇപ്പം ഇവിടെയാണ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ കബോർഡിനകത്തിരുന്ന തുണികളാണ് ഈ കാണുന്നത് കംപ്ലീറ്റും. കേട്ടോ, പിന്നെ കുറച്ച് നനഞ്ഞതൊക്കെ വാരി ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്നു. കണ്ടോ, ഇതെല്ലാം കൂട്ടി സാധനങ്ങളെല്ലാം കഴുകി പറക്കി ഇവിടെ കൊണ്ടിട്ടേക്കുന്നതാണ്. മഴകളാണ്, ഫുള്ളും മഴയാണിവിടെ. എല്ലാം 3-4 സോഫയും ഇതൊക്കെ ഉണ്ടായിരുന്ന എല്ലാം നനഞ്ഞ് കുഷ്യനും ഒക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ കഴുകി പറക്കി ഇപ്പോൾ വെച്ചേക്കുകയാണ്. പക്ഷെ മഴ കാരണം ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ്ട് കണ്ടോ, ടെറസിൻ്റെ ഒരരികിൽ ഒരു ഷീറ്റിട്ടുണ്ടായിരുന്നു തുണി വിരിക്കാൻ. അവിടെയാണ് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാക്കി ഇങ്ങനെ കഴിക്കും. അത്രയൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഇപ്പോഴും വെള്ളം കണ്ടോ കിടക്കുന്നത്? കണ്ടോ, അതാണ്. ഇനിയും വെള്ളം വരുമോ? 2 പ്രാവശ്യം ഇപ്പോൾ വന്നു. ഇന്നലെയും വന്നു, മിനിഞ്ഞാന്നും ഇതായിട്ട് കയറിയതാണ്. അങ്ങനെ ഇനിയും വെള്ളം വരുമോ ഇല്ലയോ എന്നുള്ള ഒന്നും അറിയത്തില്ല. നനയാതെ കിട്ടിയ കുറേ തുണികളൊക്കെ അലമാരിയുടെ മുകളിലിരുന്നൊക്കെ വാരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ്. ഒരു അഭയാർത്ഥിയായി ഇപ്പം ഞാൻ. എന്ത് ചെയ്യാം? ജീവിതത്തിൽ മനുഷ്യൻ എല്ലാ ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിക്കണമെന്നല്ലേ? അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. പുതിയ AC ഒക്കെ വാങ്ങിച്ചിരുന്ന താഴെ തന്നെ ഇരുന്നിട്ട് മൊത്തത്തിൽ ഇതായിപ്പോയി. എല്ലാം കുഷ്യനൊക്കെ കഴുകി വെച്ചേക്കുന്നതാണ്. മഴയായതുകൊണ്ട് നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. കണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അതുകൊണ്ടാണ് ലൈവിലൊന്നും വരാത്തതൊക്കെ ഈ ഒരു അരിഷ്ടിതാവസ്ഥയായതുകൊണ്ടാണ്. പൂജാമുറിയിൽ നിന്ന് വെള്ളം വന്ന് കയറിക്കഴിഞ്ഞിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇത്രയും
എൻ്റെ കൃഷ്ണനെയും മുത്തപ്പനെയും ഒക്കെ കൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. തിരുവപ്പനെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വെച്ചതാണ്. കയറി പോകുന്ന അവിടെ ഇങ്ങനെ ഇരിക്കുന്നു കണ്ടോ. ഇതാണ്, എന്ത് ചെയ്യാൻ പറ്റും, വല്ലാത്തൊരവസ്ഥ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ഒരു